ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു നല്ല സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്യുക എന്നുള്ളത്. എന്നോട് നിങ്ങൾ എത്ര ശതമാനം യോജിക്കുന്നറിയില്ല, പക്ഷേ എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്തുള്ള ഇൻബോക്സിനകത്ത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ചോദ്യം, ബ്രോ 15,000 റുപ്പീസിന് ഒരു ഫോൺ സജസ്റ്റ് ചെയ്യോ, 20,000 റുപ്പീസിന് ഒരു ഫോൺ സജസ്റ്റ് ചെയ്യോ, ഇത് കൊള്ളാമോ അത് കൊള്ളാമോ, ഇങ്ങനെ ഫോണുകളെ കുറിച്ചുള്ള സംശയങ്ങളാണ് ഏറ്റവും കൂടുതൽ. എന്നാൽ ഇന്നത്തെ വീഡിയോയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യാനായിട്ട് പറ്റും, അതിനുള്ളൊരു കംപ്ലീറ്റ് ഗൈഡാണ്. സോ ഡെഫിനറ്റ്ലി ഈ വീഡിയോ അവസാനം വരെയും കണ്ടു കഴിഞ്ഞാൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം ഒരു ഫോൺ സെലക്ട് ചെയ്തതിന് മുന്നേ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് തന്നെ സ്വയം വന്നെത്താൻ പറ്റും. സോ പുതിയ സ്മാർട്ട് ഫോൺ എടുക്കുന്നവർ പൊതുവേ രണ്ട് തരത്തിലുള്ള ആൾക്കാരായിരിക്കും. ഒന്ന്, ഓൾറെഡി ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അതിൽ എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റുകളോ അല്ലെങ്കിൽ ആ ഒരു ഫോൺ കേടായി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സ്മാർട്ട് ഫോണിലേക്ക് മാറുന്നവർ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സ്മാർട്ട് ഫോൺ മേടിക്കാനായിട്ട് പോകുന്നവർ. ഈ രണ്ട് കൂട്ടത്തിലുള്ള ആൾക്കാരും ആയിക്കോട്ടെ, ഏറ്റവും ആദ്യം നിങ്ങളുടെ മൈൻഡിൽ വേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ്, അതായത് നിങ്ങൾക്ക് എത്ര രൂപ തൊട്ട് എത്ര രൂപ വരെയും പോകാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ആക്ച്വൽ പർപ്പസ് എന്താണ്. ചില ആൾക്കാർ അവരുടെ പഴയ ഫോണിൽ സ്റ്റോറേജ് കുറവാണ് എന്ന് പറഞ്ഞ് അപ്ഗ്രേഡ് ചെയ്യുന്നവരുണ്ട്, അവരുടെ പ്രയോറിറ്റി സ്റ്റോറേജ് ആണ്. ചില ആൾക്കാർക്ക് ക്യാമറ വളരെ നല്ലതായിരിക്കണം, ചിലർക്ക് ബാറ്ററി ബാക്കപ്പ് പഴയ ഫോണിൽ ഒട്ടും പോരാ, സോ നല്ല ബാറ്ററി ബാക്കപ്പ് വേണം എന്നിങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്രയോറിറ്റീസ് ഉണ്ടാവും. സോ നിങ്ങളൊരു പേപ്പറിൽ നോട്ട് പാഡ് എടുത്തിട്ട് നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് എന്നൊന്ന് എഴുതി സോർട്ട് ചെയ്യുക. ഒരു സ്മാർട്ട് ഫോണിൽ പൊതുവേ പ്രധാനമായിട്ടുള്ള 5 കാര്യങ്ങളാണ്. ഒന്ന് റാം, രണ്ടാമത്തേത് പ്രോസസ്സർ, മൂന്നാമത്തേത് അതിൻ്റെ സ്ക്രീൻ, നാലാമത്തേത് ബാറ്ററി, അഞ്ചാമത്തേത് അതിനകത്തുള്ള ക്യാമറ. സോ ഈ വീഡിയോയിൽ ഞാൻ ആക്ച്വലി ആൾക്കാരെ 4 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് കാറ്റഗറി, ലൈറ്റ് യൂസർ. സോ ലൈറ്റ് യൂസറിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സ്മാർട്ട് ഫോണിൽ ഫോൺ കോളുകൾ ചെയ്യുക എന്നുള്ളത്. ഇവർ ഫുൾ ടൈം ഒന്നും നെറ്റ് ഉപയോഗിക്കില്ല, വല്ലപ്പോഴൊക്കെ നെറ്റ് ഓൺ ആക്കിയിട്ട് വാട്സാപ്പിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കും. ചെറിയ ചെറിയ പാക്കുകളൊക്കെ ചെയ്യുന്നവർ. ഇവർക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസോ സോഷ്യൽ മീഡിയ അത്ര വലിയ പെരുത്ത് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഇവരാണ് ലൈറ്റ് യൂസേഴ്സ്. ഇനി രണ്ടാമത്തേത് നോർമൽ യൂസേഴ്സ്. നോർമൽ യൂസർ എന്ന് പറഞ്ഞാൽ അവർ പൊതുവേ ഒരു ദിവസം ഒരു 50% നേരമെങ്കിലും മൊബൈൽ ഡാറ്റ ഓൺ ആക്കിയിരിക്കും. സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഇതൊക്കെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കും, ഫോർവേഡ് മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കും. പിന്നെ അവർക്ക് കാര്യമായിട്ട് ഗെയിം കളിക്കുന്ന പരിപാടികളൊന്നുമില്ല, പക്ഷേ വല്ലപ്പോഴും എന്തെങ്കിലും ഗെയിം കളിക്കണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് കുട്ടി ഗെയിംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കളിക്കുക എന്നുള്ള ഇത്തരത്തിലുള്ള ആൾക്കാരാണ് നോർമൽ യൂസേഴ്സ്. ഇനി അടുത്തത് ഹെവി യൂസേഴ്സ്. ഹെവി യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് 24 മണിക്കൂറും ഫോൺ കയ്യിൽ വേണം. 24 മണിക്കൂറും ഫോൺ കയ്യിലില്ലെങ്കിൽ എന്തോ ഒരു തരിപ്പാണ്. അതേപോലെ ഒരു വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഇതൊക്കെ എല്ലാ സമയവും ഉപയോഗിക്കും. അതേപോലെ ഗെയിമിൻ്റെ കാര്യത്തിൽ BGMI, കോൾ ഓഫ് ഡ്യൂട്ടി, ആസ്ഫോൾട്ട്, പെസ് എന്നിങ്ങനത്തെ ഗെയിമുകളൊക്കെ സ്ഥിരം ഒരു ദിവസം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും കളിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. സോ ഇവരാണ് ഹെവി യൂസേഴ്സ്. ഇനി ഫൈനലി ഉള്ളത് പവർ യൂസേഴ്സ്. പവർ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രത്യേകമായിട്ട് ഫോണിനെ കൊണ്ട് വലിയ പണികൾ എടുപ്പിക്കണം. ഉദാഹരണത്തിന് വീഡിയോ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്നവർ, ഫോട്ടോ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്നവർ, ഹാർഡ് കോർ ഗെയിമിംഗ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ പ്രോസസ്സർ വല്ലാണ്ട് അങ്ങ് ഉപയോഗിക്കേണ്ടി വരും. ഇവരാണ് പവർ യൂസർ. സോ ഈ 4 കാറ്റഗറിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സോ ഏറ്റവും ആദ്യം റാം. എത്ര റാം ഉള്ള ഫോൺ നിങ്ങൾ മേടിക്കണം? ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ കൂടുതൽ റാം ഉള്ള ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ പറക്കും, കുറഞ്ഞ റാം ഉള്ള ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഭയങ്കര സ്ലോ ആയിരിക്കും എന്ന്. ഇത് തെറ്റാണ്. റാമിൻ്റെ കപ്പാസിറ്റി എന്തോരം ഉണ്ട് എന്നുള്ളത് മാത്രമല്ല ഒരു ഫോണിൻ്റെ സ്പീഡ് നിശ്ചയിക്കുന്നത്, അതിൻ്റെ കൂടെയുള്ള മറ്റ് കാര്യങ്ങൾ, അതായത് പ്രോസസ്സർ, അതിൻ്റെ കോഡിംഗ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടാണ് ഒരു ഫോണിൻ്റെ സ്പീഡ് തീരുമാനിക്കുന്നത്. പക്ഷേ റാം ചെയ്യുന്ന ഒരേ ഒരു കാര്യം, ഒരു സമയത്ത് നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇത് മൂന്നും മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ യൂട്യൂബിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പൺ ആയിരിക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് മെമ്മറി വേണം. അതിനാണ് റാം വേണ്ടത്. സോ റാം എത്ര കൂടുതൽ ഉണ്ടായാലും നിങ്ങൾ എത്രത്തോളം ആപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ പുറത്തിരിക്കും നിങ്ങൾക്ക് എത്ര റാം ആണ് വേണ്ടതെന്ന്. സോ ഒരു ലൈറ്റ് യൂസറിന് ബേസിക്കലി വേണ്ടത് ഒരു 2 മുതൽ 3 GB റാം മതിയാവും. ഇനി നോർമൽ യൂസർ ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി 4 GB എങ്കിലും നിങ്ങൾ റാം ഉള്ള ഫോൺ പർച്ചേസ് ചെയ്യുക. ഇനി ഹെവി യൂസർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി 6 to 8 GB റാം എങ്കിലും നിങ്ങൾ എടുക്കുക, കാരണം നിങ്ങളാണ് കുറേ അധികം മൾട്ടി ടാസ്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഫൈനലി പവർ യൂസേഴ്സ് ആണെങ്കിൽ പവർ യൂസേഴ്സ് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ വെയിറ്റ് അഥവാ ഡേറ്റ സൈസ് കൂടുതലായിരിക്കും. സോ നിങ്ങൾ ഒരു 8 to 12 അല്ലെങ്കിൽ 16 GB ആ ഒരു റേഞ്ചിലുള്ള കൂടിയ റാമുള്ള വേരിയൻസ് ഡെഫിനറ്റ്ലി എടുക്കുക. ഇനി രണ്ടാമത്തേത് പ്രോസസ്സർ. പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, കുറേ ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ചില സ്മാർട്ട് ഫോൺ ഷോപ്പുകളിലൊക്കെ പോയിട്ട് വിവരമൊന്നും അധികമില്ല നിങ്ങൾക്കെങ്കിൽ, നിങ്ങൾ പോയൊരു ഫോൺ എടുക്കുകയാണെങ്കിൽ 10,000 റുപ്പീസിനെങ്കിൽ അവർ ചെന്ന് പറയും, ചേട്ടാ ഈ ഫോൺ ഭയങ്കര ഫാസ്റ്റാണ്, ഇതിനകത്ത് സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസറാണുള്ളത് എന്ന് പറഞ്ഞ് എടുപ്പിക്കുന്നവരുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ ഏത് പ്രോസറാണ്, അതിൻ്റെ ബേസ് ക്ലോക്ക് സ്പീഡ് എത്രയാണ്, ഏത് സീരീസ് ആണ്, ഇതൊന്നും പറയാതെ സ്നാപ്ഡ്രാഗൺ ആണ് അതുകൊണ്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നവരുണ്ട്. സോ
ബേസിക് ആയിട്ടുള്ള നോളജ് എല്ലാവർക്കും വേണം. ഒരു പ്രോസറിൽ ബേസിക് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് എത്ര കോറുകളാണുള്ളത്, രണ്ടാമത്തേത് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എത്രയാണ്. കോറുകൾ കൂടുന്തോറും നിങ്ങളുടെ ഫോണിൻ്റെ കമ്പ്യൂട്ടിംഗ് പ്രോസസ്സിൻ്റെ സ്പീഡ് കൂടും. അതുപോലെ ക്ലോക്ക് സ്പീഡ് കൂടുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ പ്രോസസർ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഒരു ലൈറ്റ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ബെയർ മിനിമം വേണ്ടത് ഒരു ക്വാഡ് കോർ പ്രോസറാണ്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് ഏകദേശം 1.5 GHz എങ്കിലും വേണം. ഇനി ഒരു നോർമൽ യൂസർ ആണെങ്കിൽ നിങ്ങളൊരു ഹെക്സാ കോർ പ്രോസർ തന്നെ എടുക്കുക. ഇതിൽ ഏകദേശം 2 GHz ക്ലോക്ക് സ്പീഡും വേണം. ഒരു ഹെവി യൂസർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒക്ടാ കോർ പ്രോസറിൽ തന്നെ പോകണം. ആൻഡ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2 GHz തന്നെ വേണം. ആൻഡ് ഫൈനലി പവർ യൂസർ ആണെങ്കിൽ നിങ്ങളും ഒക്ടാ കോറിൽ തന്നെ പോവുക. പക്ഷേ നിങ്ങളുടെ ക്ലോക്ക് സ്പീഡ് ഏകദേശം 2.5 GHz എങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ മനസ്സിലായി. ഈ കോർ ക്ലോക്ക് സ്പീഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് നമുക്കുള്ളത് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സേഴ്സ് ഉണ്ട്, മീഡിയാടെക് പ്രോസസ്സേഴ്സ് ഉണ്ട്, എക്സിനോസ് പ്രോസസ്സേഴ്സ് ഉണ്ട്. ഇതിൽ സ്നാപ്ഡ്രാഗണിൻ്റെ അകത്ത് നമ്മൾക്ക് കുറേയധികം സീരീസ്, മീഡിയാടെക്കിനകത്ത് ഹീലിയോ സീരീസ്, ഡയമൻസിറ്റി സീരീസ്, നമ്മുടെ എക്സിനോസിനകത്ത് അവരുടെ നമ്പർ സീരീസ്. ഒരു ലൈറ്റ് യൂസർ ആണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 400 സീരീസിലേക്ക് പോവാം. നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 600 to 700 സീരീസിൽ പോവാം. നിങ്ങളൊരു ഹെവി യൂസർ ആണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 700 to 800 സീരീസുള്ള ചിപ്സെറ്റിൽ പോവാം. ആൻഡ് നിങ്ങൾ പവർ യൂസർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി സ്നാപ്ഡ്രാഗണിൻ്റെ 800 സീരീസ് അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 8 Gen 1 പ്രോസസ്സറിലേക്ക് പോവുക. ഇനി മീഡിയാടെക്കിൻ്റെ കാര്യത്തിൽ ഹീലിയോ സീരീസിൽ ലൈറ്റ് യൂസേഴ്സിന് എയിൽ തുടങ്ങുന്ന ഹീലിയോ സീരീസ് നോക്കുക. അതേപോലെ നോർമൽ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പിയിൽ തുടങ്ങുന്ന സീരീസ് നോക്കുക. ഇനി ഒരു ഹെവി യൂസർ ആണ് എന്നുണ്ടെങ്കിൽ ജി സീരീസിൽ നോക്കുക, അഥവാ ഗെയിമിംഗ് സീരീസ് എന്നും പറയപ്പെടുന്നു. ആൻഡ് നിങ്ങളൊരു പവർ യൂസർ ആണെങ്കിൽ എക്സ് സീരീസ് നോക്കുക. ഇനി ഡയമൻസിറ്റി സീരീസ് ആണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് വരുന്നത്, കാരണം കുറേ അധികം നമ്പേഴ്സ് ഉണ്ട്. ഒരു ലൈറ്റ് യൂസറിന് ഡയമൻസിറ്റി സീരീസിൽ ഒരു 700 എടുക്കുക. ആൻഡ് 700 എന്ന് പറയുന്നത് കുറച്ച് ഒരു ലൈറ്റ് യൂസറിന് കുറച്ച് എക്സ്പെൻസീവ് സൈഡിലേക്ക് വരും, കാരണം 5G ഉണ്ട് എന്നുള്ളതുകൊണ്ട്. ഇനി ഒരു നോർമൽ യൂസർ ആണെങ്കിൽ നിങ്ങളൊരു 800 സീരീസിലെ പ്രോസസ്സർ എടുക്കുക. ആൻഡ് ഹെവി യൂസർ ആണെങ്കിൽ നിങ്ങൾ 900 അല്ലെങ്കിൽ 1000 സീരീസിലേക്ക് പോവുക. ആൻഡ് പവർ യൂസർ ആണെങ്കിൽ നിങ്ങൾ 8000 അല്ലെങ്കിൽ 9000 സീരീസിൻ്റെ നമ്മുടെ ഡയമൻസിറ്റി പ്രോസസ്സ് എടുക്കുന്നതായിരിക്കും ഉചിതം. ഇനി എക്സിനോസിലേക്ക് വരുവാണെങ്കിൽ ലൈറ്റ് യൂസേഴ്സിന് 7 വെച്ച് തുടങ്ങുന്ന പ്രോസസ്സ് എടുക്കുക. നോർമൽ യൂസേഴ്സിന് 96, അതേപോലെ ഹെവി യൂസേഴ്സിന് 98, ആൻഡ് ഏറ്റവും വലിയ അല്ലെങ്കിൽ പവർ യൂസേഴ്സിന് 99 സീരീസ്. ഇനി അടുത്ത സ്റ്റോറേജിൻ്റെ കാര്യം. സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ നോർമൽ യൂസർ, ഹെവി യൂസർ, പവർ യൂസർ എന്നിങ്ങനെയൊന്നുമില്ല. ബേസ് സ്റ്റോറേജ് ഏത് ഫോണിലും ഇപ്പോൾ മിനിമം വേണ്ടത് 64 GB ആണ്. ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ആപ്ലിക്കേഷൻ്റെ സൈസുകൾ വല്ലാണ്ട് അങ്ങ് കൂടിയിരിക്കുകയാണ്. ആൻഡ് രണ്ടാമത്തേത്, കമ്പനികൾ അവരുടെ ബ്ലോട്ട്വെയറുകൾ കുറേയധികം പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് തരുന്നുണ്ട്. സോ മേടിക്കുമ്പോൾ തന്നെ സ്ലോ ആയിട്ടുള്ള ഫോൺ നിങ്ങൾക്ക് അനുഭവപ്പെടേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റോറേജ് കൂടിയ വേരിയൻറ്റ് മേടിക്കുക. ഇനി കൂടിയെന്ന് പറഞ്ഞാൽ 64 GB, 120 GB, 256 GB, 512 GB, 1 TB വരെയുണ്ട്. 1 TB അല്ലെങ്കിൽ 512 GB ഒക്കെ ആവശ്യം വരുന്നില്ല. ബട്ട് നോർമൽ ഒരു പവർ യൂസർ അല്ലെങ്കിൽ ഒരു ഹെവി യൂസറൊക്കെ ആണെങ്കിൽ 120 GB എങ്കിലും നിങ്ങൾ എടുക്കുക. പ്ലസ് മെമ്മറി കാർഡ് ഇടാൻ പറ്റുമെങ്കിൽ അതൊരു അഡീഷണൽ ആയിട്ടുള്ള കാര്യം. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോണിലുള്ള ഇൻബിൽഡ് സ്റ്റോറേജിനേലും സ്ലോ ആയിരിക്കും നിങ്ങളുടെ മെമ്മറി കാർഡിലെ സ്റ്റോറേജ്. പലപ്പോഴും ഒരു ഫോൺ സ്ലോ ആവുന്ന സമയത്ത് മെമ്മറി കാർഡ് ഊരിയിട്ട് ഒന്ന് ഫോൺ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റർ ആവുന്നത് കാണാനും പറ്റും. എന്നാൽ ഇവിടെ സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരേ ഒരു കാര്യം നോക്കുക, എന്ത് ടൈപ്പ് സ്റ്റോറേജ് ആണ് എന്ന്. അതായത് ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് eMMC സ്റ്റോറേജ് ആണ്. കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്ന UFS സീരീസ് ആണ്. UFSൽ തന്നെ 2.1, 3.1 എന്നിങ്ങനെയൊക്കെ ഉണ്ട്. സോ UFSൻ്റെ ഏറ്റവും ടോപ്പ് ഏതാണോ അതാണ് ഏറ്റവും ബെറ്റർ. ആൻഡ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഇപ്പോൾ വരുന്നത് NVMe സ്റ്റോറേജ് ആണ്. പക്ഷേ NVMe സ്റ്റോറേജ് ഒക്കെ ടോപ്പ് എൻഡ്, ഹൈ എൻഡ് ഫോണുകളിലൊക്കെ മാത്രമേ കാണുന്നുള്ളൂ. ഇനി ഈ ഡാറ്റയ്ക്ക് എവിടെ കാണുന്നു വെച്ചാൽ, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഫോൺ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കി സ്പെസിഫിക്കേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറേയധികം വെബ്സൈറ്റുകളിൽ ഫ്രീ ആയിട്ട് ഈ ഇൻഫർമേഷൻ എല്ലാം അവൈലബിൾ ആണ്. ഇനി അടുത്ത് ഏറ്റവും കൺഫ്യൂഷൻ വരുന്നൊരു കാറ്റഗറിയാണ് ക്യാമറ. ചേട്ടാ, എത്ര മെഗാ പിക്സലുള്ള ക്യാമറ എടുക്കണം, ഏത് ഫോണിലെ ക്യാമറയാണ് നല്ലത്, ഒരു നല്ല ക്യാമറ ഫോൺ സജസ്റ്റ് ചെയ്യാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഒരേ ഒരു ഉത്തരവുള്ളൂ. ക്യാമറ പെർഫോമൻസ് കാണണമെങ്കിൽ അതിലെടുത്തിരിക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ നേരിട്ട് കാണണം. ചില ഫോണുകൾക്ക് 12 മെഗാ പിക്സൽ ഉണ്ടാവുള്ളൂ, ചില ഫോണുകൾക്ക് 108 മെഗാ പിക്സൽ ഉണ്ടാവും. എന്നാൽ മെഗാ പിക്സൽ കൂടുന്നതുകൊണ്ട് ഒരു ഫോട്ടോ ഒരിക്കലും നല്ലതാവില്ല. മെഗാ പിക്സൽ കൂടുന്നതുകൊണ്ട് ഒരേ ഒരു ഗുണമുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പക്ഷേ പല ഫോണുകളിലും 50 മെഗാ പിക്സൽ, 108 മെഗാ പിക്സലൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഫുൾ പിക്സൽ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഡെഡിക്കേറ്റഡ് മോഡിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളൂ. ആൻഡ് ആ ഒരു മോഡിൽ നിങ്ങൾക്ക് കുറേയധികം ഇൻബിൽഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മിസ്സിംഗ് ആയിട്ടും വരും.
സോ മോസ്റ്റ് ഓഫ് ദ ഫോൺസ് 12 അല്ലെങ്കിൽ 16 MP നോർമലി ഫോട്ടോസ് എടുക്കുക. ഈവൻ ദോ അവരുടെ സെൻസേഴ്സ് 48 അല്ലെങ്കിൽ 52 അല്ലെങ്കിൽ 108 ഒക്കെ ആണെങ്കിൽ പോലും. എന്നാലും ഒരു മിനിമം സ്റ്റാൻഡേർഡ് ആയിട്ട് ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറ ഒരു 12 MP എങ്കിലും വേണം. ആൻഡ് എങ്ങനെ നിങ്ങൾക്ക് ക്യാമറ നല്ലതാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഫോണിൻ്റെ ക്യാമറ സാമ്പിൾസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. കുറേ അധികം വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ക്യാമറ സാമ്പിൾസ് കാണാൻ പറ്റും. അത് നോക്കി ഓരോ സിനോറിയോയിലും നൈറ്റ് ആയിക്കോട്ടെ, ഡേ ആയിക്കോട്ടെ, അങ്ങനത്തെ കുറേ സിനോറിയോസിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നോക്കുക, വീഡിയോ സാമ്പിൾസ് നോക്കുക. അതിനുശേഷം ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് വരാം. ക്യാമറ എന്ന് പറയുന്നത് ഒരിക്കലും ഒരാൾക്ക് ഇതാണ് ഏറ്റവും നല്ല ക്യാമറ ഫോൺ എന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർക്കും ക്യാമറ വീക്ഷിക്കുന്ന രീതി ഓരോ പോലെ ആയിരിക്കും. ചില ആൾക്കാർക്ക് കളർ കൂടിയ ക്യാമറ ഇഷ്ടമായിരിക്കും, ചില ആൾക്കാർക്ക് ന്യൂട്രൽ ടോൺസ് ഇഷ്ടമായിരിക്കും. സോ ഡെഫിനറ്റ്ലി സാമ്പിൾസ് നോക്കിയതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക. ഇനി ഫൈനലി കമ്മിങ് ടു ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ബാറ്ററി. ചേട്ടാ എത്ര mAh ബാറ്ററി വേണം? അയ്യോ ഇതിനകത്ത് 3000 mAh ഉള്ളൂ, ഇതിനകത്ത് 5000 mAh ഉണ്ട്, ചേട്ടാ 6000 mAh ഫോൺ വേണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ബാറ്ററിയുടെ mAh കൂടുന്തോറും പൊതുവെ ഫോണുകളിൽ കാണുന്നൊരു കാര്യമാണ് വെയിറ്റ് കൂടുക എന്നുള്ളത്. സോ 5000 mAh ബാറ്ററിയൊക്കെയുള്ള ഫോണുകൾ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വെയിറ്റ് കൂടുതലായിരിക്കും. ചുരുക്കം ചില ഫോണുകളിൽ മാത്രമേ 5000 mAh ഉണ്ടായിട്ടും വെയിറ്റ് അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. സോ ഒരു 4 മുതൽ 6 മണിക്കൂർ വരെയാണ് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 3000 mAh ബാറ്ററി മതിയാവും. ഇനി ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെയൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു 4000 to 5000 mAh നോക്കുക. ആൻഡ് അതിലും കൂടുതൽ നേരം ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 6000 mAh ബാറ്ററി നോക്കുക. ആൻഡ് ഇവിടെ ഒരേ ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കാം, നിങ്ങളൊരു 5000 mAh ബാറ്ററി എടുത്തിട്ട് ഒരു ലോ എൻഡ് പ്രോസറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ഒരു 5000 mAh ബാറ്ററി ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള പ്രോസർ വെച്ചേക്കുന്ന ഫോണിലും എത്രയോ കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഫോണിലുള്ള പ്രോസസ്സർ. സോ പ്രോസർ എഫിഷ്യൻ്റ് അല്ല എങ്കിൽ 5000 അല്ല 10,000 വെച്ച് കഴിഞ്ഞാലും ബാറ്ററി ബാക്കപ്പ് കുറവായിരിക്കും. സോ നല്ല പ്രോസസ്സറിൻ്റെ കൂടെ നല്ല ബാറ്ററി ഇടുവാണെങ്കിൽ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടും. സോ നിങ്ങളുടെ യൂസ് അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ചിട്ട് തീരുമാനിക്കുക. ഇനി ഫൈനലി കമ്മിങ് ടു ഡിസ്പ്ലേ പൊതുവേ 2 കാറ്റഗറിയാണുള്ളത്. ഒന്ന് AMOLED, ഒന്ന് LCD. ഇനി LCDയിൽ നിങ്ങൾക്ക് 2 ടൈപ്പ് കാണും. ഒരെണ്ണം IPS LCDയും ഒരു TFT LCDയും. പൊതുവേ TFT LCDയിലും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും IPS പാനലുകൾ. സോ ഫസ്റ്റ് ഞാൻ AMOLED വേണോ അതോ LCD വേണോ എന്ന് തീരുമാനിക്കുക. ബൈ ഫാർ നിങ്ങൾ AMOLEDും LCDയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ AMOLED ഈസ് ദ ബെസ്റ്റ്. AMOLEഡിൻ്റെ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡീപ്പർ ആയിട്ടുള്ള ബ്ലാക്കുകൾ കിട്ടും, അതേപോലെ ക്രിസ്പ് ആയിട്ടുള്ള കളേഴ്സ് കിട്ടും, കാണാനും ഒരു ലുക്ക് കൂടുതൽ AMOLEഡിന് തന്നെയാണ്. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ബഡ്ജറ്റ് റേഞ്ച് കാറ്റഗറിയിൽ AMOLED ഉള്ള ഫോണുകൾ കുറവാണ്, അല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇനി LCD തന്നെ മതിയെങ്കിൽ നിങ്ങൾക്ക് LCDയിൽ വരുന്ന കുറച്ച് എക്സ്ട്രാ ഓപ്ഷൻസ് എന്ന് പറയുന്നത് 90 Hz, 120 Hz എന്നിങ്ങനെയുള്ള റിഫ്രഷ് റേറ്റ് ആണ്. സോ LCD നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കൂടുതൽ ഹയർ റിഫ്രഷ് റേറ്റ് ഉള്ള ഫോണുകൾ എടുക്കുക. AMOLED ആണ് എടുക്കുന്നതെങ്കിൽ AMOLED ആണ് എന്നുള്ളത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 90 Hz, 120 Hz കിട്ടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി വെർത്താണ്. ആൻഡ് AMOLEഡിനും LCDയിലുള്ള രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് LCDയിലും എത്രയോ കുറവ് ബാറ്ററി മാത്രമേ AMOLED കൺസ്യൂം ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ AMOLED ഉള്ള ഫോണുകൾ എടുക്കുകയാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് കുറച്ച് കൂടുതലായിരിക്കും. ആൻഡ് ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം ഏറ്റവും ലാസ്റ്റ് വരുന്നത് ബ്രാൻഡ് ഏത് മേടിക്കും എന്നുള്ളത്. എങ്കിൽ പോലും ബ്രാൻഡിനേലും ഉപരി നിങ്ങൾ നോക്കേണ്ടത് യൂസർ എക്സ്പീരിയൻസ് ആണ്. അതായത് ഓരോ ബ്രാൻഡിൻ്റെ ഫോണുകൾക്ക് ഓരോ UI ഉണ്ടാവും. സോ നിങ്ങളൊരു പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് നോക്കുന്നതെങ്കിൽ മോട്ടറോള, നോക്കിയ, ഗൂഗിൾ, മൈക്രോമാക്സ് എന്നിങ്ങനത്തെ ഫോണുകളാണ് പ്യുവർ ആൻഡ്രോയിഡ് തരുന്നത്. ഇതിൻ്റെ ഗുണം ഒന്ന് ബ്ലോട്ട്വെയറുകളൊന്നും ഉണ്ടാവില്ല, അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാവില്ല, ആൻഡ് റെഗുലറായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ കിട്ടും. പിക്സൽ അതേപോലെ മോട്ടറോളയ്ക്കൊക്കെ പ്രോപ്പറായിട്ട് എപ്പോഴും കിട്ടും. ബട്ട് മൈക്രോമാക്സും നോക്കിയൊക്കെ അപ്ഡേറ്റുകൾ മറ്റ് കമ്പനികളുടെ UIനെക്കാട്ടും കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ചില മോഡലുകളിൽ മാത്രം. ഇനി ഷവോമി, റെഡ്മി, പോക്കോ ഫോണുകൾ ഉപയോഗിക്കുന്നത് MI ആണ്. MI എന്ന് പറയുന്നത് വളരെ വളരെ അഡ്വർടൈസ്മെൻറ്റ് നിറഞ്ഞൊരു UI ആണ്. പ്ലസ് ബ്ലോട്ട്വെയറുകൾ പിന്നെ എന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫോൺ മേടിക്കുമ്പോൾ തന്നെ ഏകദേശം 60 കൂടുതൽ ആപ്ലിക്കേഷൻസ് ചുമ്മാ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരും. ഫുൾ ഓഫ് ബ്ലോട്ട്വെയർസ് ആണ്. ആൻഡ് ഇവരുടെ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് പലപ്പോഴും ബഗ്ഗുകളുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ ഫോൺ മേടിച്ചപ്പോൾ നന്നായിരുന്നു, അപ്ഡേറ്റ് ചെയ്തിട്ട് മോശമായി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ MI എന്ന് പറയുന്ന അപ്ഡേറ്റിൻ്റെ കാര്യത്തിലും ബഗ്ഗിൻ്റെ കാര്യത്തിലും ഒട്ടും റിലയബിൾ അല്ല. പക്ഷേ അഡ്വർടൈസ്മെൻറ്റ്സും ബ്ലോട്ട്വെയറും ഉള്ളതുകൊണ്ട് തന്നെ ആ ഫോണുകൾ കുറച്ചുകൂടെ ചീപ്പറായിട്ട് വിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിലാണെങ്കിൽ MI പോവുക. ബട്ട് ക്ലീൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടില്ല. ഇനി അടുത്ത സാംസങ്ങിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് One UI കോർ എന്ന് പറയുന്നത് വളരെ ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിൽ വരുന്നതാണ്. കുറച്ചുകൂടെ കൂടിയ പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് One UI കിട്ടുന്നുണ്ട്. ആൻഡ് ഇവരുടെ ഗുണമെന്ന് പറയുന്നത് ശരിയാണ്, ബ്ലോട്ട്വെയർസ് ഉണ്ട്. പക്ഷേ ഷവോമിയുടെ അത്രയും അല്ലെങ്കിൽ ഈ ഒരു MI അത്രയും അഡ്വർടൈസ്മെൻറ്റ്സ് ഇല്ല. അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്, പക്ഷേ അത്ര അനോയിങ് അല്ല. ഷവോമിയിലൊക്കെ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ പോലും ആ സ്ക്രീനിലേക്ക് അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട്, അത്രയും ഇല്ല.
ആൻഡ് ബ്ലോട്ട് വെയേഴ്സ് എല്ലാം തന്നെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും. കുറച്ച് സാംസങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് മാത്രം കളയാനായിട്ട് പറ്റില്ല. ഇവരുടെ ഗുണമെന്ന് പറയുന്നത് അപ്ഡേറ്റുകൾ ഫ്രീക്വൻ്റ് ആണ്. ആൻഡ് അപ്ഡേറ്റുകൾ പ്രോമിസ് ലൈക്ക് 1 OS അപ്ഗ്രേഡ് 2 OS അപ്ഗ്രേഡ് ഒക്കെ പ്രോമിസ് ചെയ്യുന്നുണ്ട്. സോ ഫ്രീക്വൻ്റ് ആയിട്ട് അപ്ഗ്രേഡ്സ് തരുന്നുണ്ട്. സ്റ്റേബിൾ ആണ്. ഇനി അടുത്ത റിയൽമി UI ആണ്. അതിനകത്തും ബ്ലോട്ട് വെയർ ഉണ്ട്. അഡ്വർടൈസ്മെൻറ്റ്സ് പൊതുവേ കുറവാണ്. അപ്ഡേറ്റ്സ് ചില സമയങ്ങളിൽ ഫ്രീക്വൻ്റ് ആണ്, ചില സമയങ്ങളിൽ അപ്ഡേറ്റ്സ് വരാൻ ഭയങ്കരമായിട്ട് വൈകും. പക്ഷേ ഈ റിയൽമിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ അപ്ഡേറ്റിലും പലപ്പോഴും ക്യാമറയുടെ ഒക്കെ കളർ സയൻസ് ഒക്കെ മാറാറുണ്ട്. ചിലപ്പോൾ ഒരു അപ്ഡേറ്റിൽ ക്യാമറ വളരെ നന്നായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു അപ്ഡേറ്റിൽ ക്യാമറ കുറച്ച് മോശമായി പോകും. സോ ആ ഒരു ചെറിയ പ്രശ്നമുണ്ട് റിയൽമി UIക്ക്. ഇനി OnePlusൻ്റെ ഓക്സിജൻ OS ആണ്. ശരിയാണ്, കളർ OSൻ്റെ കുറേ അധികം കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ബൈ ഫാർ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലീസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് OnePlus. ശരിയാണ്, OnePlus 7 Proൻ്റെ ഒക്കെ ഇതിൽ അപ്ഡേറ്റ് വന്നിട്ട് ഫോൺ ക്രാഷായ കുറേ ഇഷ്യൂസൊക്കെ വന്നു. പക്ഷേ റെയർ കേസസ് ആണ്, അത് പിന്നീട് ഫിക്സ് ആക്കി. സോ ബൈ ഫാർ അത്യാവശ്യം എന്താ പറയുക, ബ്ലോട്ട് വെയേഴ്സ് ഇല്ല എന്നല്ല, കുറച്ച് ഉണ്ട്. എന്നാൽ പോലും ഡീസൻ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ തരുന്നൊരു OS ആണ് നമ്മുടെ ഓക്സിജൻ OS. പിന്നെ ഉള്ളത് വിവോയുടെ ഫൺ ടച്ച് OS, അതേപോലെ ഓപ്പോൻ്റെ കളർ OS. ഉള്ളതിൽ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വിഷ്വലി തോന്നിയത് ഓപ്പോൻ്റെ കളർ OS തന്നെയാണ്. ബട്ട് ഇവർ രണ്ടും അപ്ഡേറ്റുകളുടെ കാര്യത്തിൽ കുറച്ച് ഇൻഫ്രീക്വൻ്റ് ആണ്. എപ്പോഴും അപ്ഡേറ്റുകളൊന്നും തരില്ല. ആൻഡ് കളർ OSനെ ബേസ് ചെയ്തിട്ടുള്ള വേറെ UI ആണ് മോൺസ്റ്റർ UI. ഏത് നമ്മുടെ IQ ഫോണുകളിൽ വരുന്നത്. മോൺസ്റ്റർ UIയും കളർ OSും ഏകദേശം കുറേ അധികം കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫൺ ടച്ച് ചെയ്യുന്നൊക്കെ കടമെടുത്തിട്ടുണ്ട്. അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിലും വളരെ ഫ്രീക്വൻ്റ് അല്ല. ബട്ട് ഞാൻ IQ മേടിച്ചവർ പറഞ്ഞേക്കുന്നത് അപ്ഡേറ്റുകൾ കിട്ടുന്നുണ്ട്. സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സ് ആണ് പൊതുവെ വരാറ്. ഫീച്ചർ അപ്ഡേറ്റ്സ് കുറവാണ്. ബട്ട് അത് ഓരോ ഫോണുകളനുസരിച്ചിരിക്കും. അതുകൊണ്ട് OS റിലയബിൾ ആണ്. ബട്ട് സ്റ്റിൽ അപ്ഡേറ്റുകളുടെ ഫ്രീക്വൻസി ലേശം കുറവാണ്. ഇനി ഫൈനലി XOSും HiOSും ഏത് നമ്മുടെ ഇൻഫിനിക്സിൻ്റെയും ടെക്നോൻ്റെയും. അയ്യോ, ഇവരുടെ കാര്യമെന്ന് വെച്ചാൽ അഡ്വർടൈസ്മെൻറ്റ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. എപ്പോഴും പുഷ് നോട്ടിഫിക്കേഷൻസ് ഓരോ കാര്യത്തിൻ്റെയും വരും. ബ്ലോട്ട് വെയറുകൾ കുറേ ഉണ്ടാവുന്നും കളയാനായിട്ട് പറ്റില്ല. ആൻഡ് അപ്ഡേറ്റ്സ് വളരെ ഇൻഫ്രീക്വൻ്റ് ആണ്. ബട്ട് ബഡ്ജറ്റ് പ്രൈസ് പോയിന്റിലാണ് കിട്ടുന്നത് എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ സഹിച്ചേ പറ്റും. പിന്നെ ഇതൊന്നും ബാധകമില്ലാത്ത ഒരാളാണ് നമ്മുടെ ഐഫോണിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ബ്ലോട്ട് വെയർ ഇല്ല, അഡ്വർടൈസ്മെൻ്റ് ഇല്ല. ആപ്പിൾ ഇവൻറ്റിൽ വി ആർ റിലീസിങ് iPhone 15 അവൈലബിൾ ഫ്രം ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അപ്പോൾ തന്നെ വന്നിട്ടുണ്ടാവും iOSൻ്റെ അപ്ഡേറ്റ്. ഫ്രീക്വൻസി കൂടുതലാണ്, ആക്യുറസി കൂടുതലാണ്, അഡ്വർടൈസ്മെൻറ്റ്സ് ഇല്ല, ബ്ലോട്ട് വെയർസ് ഇല്ല, എക്സ്പെൻസീവ് ആണ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് ഒരു സ്മാർട്ട് ഫോൺ പിക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലായി എന്ന് തോന്നുന്നു. കുറച്ചധികം ലോങ് ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ കുറേ നേരമായിട്ട് ഞാൻ ഷൂട്ടും ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.